24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം തുടരുകയാണ്. CI ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുന്നു. റൂബിൻ ലാലിന്റെ അമ്മ രജനി മണിലാലും സമരമുഖത്തുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, നേരത്തെ തന്നെ അമ്മ നമ്മളോട് പറഞ്ഞിരുന്നു സമരമുഖത്തേക്ക് കടക്കുമെന്ന്. പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു, വിവരങ്ങൾ. അനുജ ഗോപികൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ സമര പോരാട്ടത്തിലേക്ക് റൂബിൻ ലാലിന്റെ അമ്മ രജനി മണിലാൽ കൂടി എത്തുന്നു എന്നുള്ളതാണ്. ഈ പ്രായം പോലും നോക്കാതെ അമ്മ ഈ സമരമുഖത്തേക്ക് എത്തുന്നു. അതായത് പോലീസുകാരുടെ നീതികേടിനെതിരെ പ്രതികരിക്കാൻ ഒടുവിൽ റൂബിൻ ലാലിന്റെ അമ്മ തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിന് പരാതി കൊടുക്കുന്നു, വനംവകുപ്പിന് പരാതി കൊടുക്കുന്നു, ഉന്നതർക്ക് പരാതി കൊടുക്കുന്നു. പക്ഷേ നീതി അകലെ നിൽക്കുന്ന സാഹചര്യത്തിൽ മകന്റെ പോരാട്ടത്തിന് വേണ്ടി രജനി മണിലാൽ ഇറങ്ങുകയാണ്. നേരത്തെ ഈ അതിരപ്പള്ളിയിലെ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ നിരവധി പ്രക്ഷോഭം നയിച്ച ആളാണ് റൂബിൻ ലാലിന്റെ അച്ഛൻ മണിലാൽ. റൂബിൻ ലാലിന്റെ മുത്തച്ഛനാകട്ടെ അത്തരത്തിൽ നിരവധി സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. ഒടുവിൽ ഈ ജനങ്ങൾക്കൊപ്പം നിന്ന റൂബിൻ ലാലിനെ തന്നെ പോലീസ് ജയിലിൽ അടച്ചതോടുകൂടിയാണ് ഈ മണിലാലിന്റെ പ്രിയ പത്നി കൂടി ഈ സമര പോരാട്ടത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്ന സ്റ്റേഷൻ മാർച്ചായിരുന്നു. അതിരപ്പള്ളി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചിരുന്ന. ആ സമരമുഖത്ത് റൂബിൻ ലാലിന്റെ അമ്മയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മാർച്ച്, അത് പോലീസ് ഇപ്പോൾ ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് ഒരു 100 മീറ്റർ അകലെ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം തടഞ്ഞിരിക്കുന്നു. അതായത് ഈ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കാനായിരുന്നു അമ്മയുടെ നീക്കം. പക്ഷേ ആൻഡ്രിക് ഗ്രോമിക്കിന് വേണ്ടി സർവ്വ പോലീസ് സന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് ഈ 100 മീറ്റർ അകലെ വെച്ച്, അതായത് ഈ സ്റ്റേഷൻ അടുത്ത് പോലും ഈ പ്രതിഷേധം നടത്താൻ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് ഈ പോലീസ് ഒന്നടങ്കം ആൻഡ്രിക് ഗ്രോമിക്കിന് വേണ്ടി അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് അതിരപ്പള്ളിയിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ പോലീസിലെ ഒരു വിഭാഗം പൂർണ്ണമായും ഈ ആൻഡ്രിക് ഗ്രോമിക്കിനെയും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള ജാക്സൺ ഫ്രാൻസിസിന് വേണ്ടിയും ഒത്താശ ചെയ്യുന്ന കാഴ്ച, അത് നമ്മൾ ഈ സംഭവം തുടങ്ങിയത് മുതൽ കാണുന്നതാണ്. ഈ അതിരപ്പള്ളിയിൽ ഈ റൂബിൻ ലാലിനെതിരെ വ്യാജ കേസ് കൊടുത്തത് മുതൽ ഈ പോലീസിന്റെ ഉന്നതരുടെ ഉൾപ്പെടെ പിന്തുണ അത് ഈ സമരമുഖത്തും നമുക്ക് പ്രകടമാകുന്നു. പോലീസിന്റെ വലിയ സന്നാഹം ഉപയോഗിച്ചുകൊണ്ട്, അതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അമ്മയാണെങ്കിൽ നടക്കാൻ പോലും കഴിയാത്ത ആളാണ്. റൂബിൻ ലാലിന്റെ അമ്മയ്ക്ക് നടക്കണമെങ്കിൽ പോലും ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമാണ് നടക്കാൻ കഴിയുകയുള്ളൂ. ആ അമ്മ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ എത്തിയപ്പോഴാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് വലിയ സമരത്തെ നേരിടുന്ന മാതൃകയിൽ വലിയ പോലീസ് സന്നാഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ തകർക്കാനുള്ള ഒരു നീക്കം അത് പോലീസ് നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് ഈ അതിരപ്പള്ളി മേഖലയിൽ ഉയരുന്നു. പ്രത്യേകിച്ച് റൂബിൻ ലാലിന്റെ റിപ്പോർട്ടടക്കം, അതായത് ഈ കേസിന്റെ റിപ്പോർട്ടടക്കം ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും ഇതിനോടകം സമർപ്പിക്കാൻ പോലും പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പോലീസിന് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. സേനയ്ക്ക് തന്നെ അപമാനകരമായ നടപടിയാണ് അതിരപ്പള്ളി CI ആയിട്ടുള്ള ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പോലീസിന്റെ റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ CI ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അമ്മ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം. അർദ്ധരാത്രി എന്റെ മോനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി എന്നെ ആകെ ഭീഷണിയിലാക്കിയ പോലീസുകാർക്കും ഫോറസ്റ്റുകാർക്കും നേരെ ഇതെടുക്കണം. സമരം തുടരും. ഇത്തരത്തിൽ തന്നെയാണ്, അതായത് സമരവുമായി മുന്നോട്ട് പോകും. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെയും നടപടി. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ അന്യായമായി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിഷേധത്തിന്റെ പുതിയൊരു മുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവിടെ റൂബിൻ ലാലിന്റെ പ്രായമായ അമ്മ തന്നെ സമരമുഖത്തേക്ക് വരുന്നു. തന്റെ മകനെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് സെല്ലിലിട്ട് പീഡിപ്പിച്ച CI ഗ്രോമിക്കിനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് അമ്മ കടക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെടുത്ത കള്ളക്കേസിലും നടപടി ഉണ്ടാകണമെന്ന് ഈ അമ്മയ്ക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അമ്മ തന്നെ ഈ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.